ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ലെഗ് കട്ടർ ഗ്രിപ്പിംഗ് ആണ്. ഒരു നോർമൽ ലെഗ് കട്ടർ ഗ്രിപ്പിംഗും കുറച്ച് എക്സ്ട്രാ ബൗൺസും അല്ലെങ്കിൽ എക്സ്ട്രാ ടേൺ വരുന്ന ലെഗ് കട്ടർ ഗ്രിപ്പിംഗും എങ്ങനെയായിരിക്കും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നോർമൽ ലെഗ് കട്ടർ ഗ്രിപ്പിംഗിലും അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്തമായ ഒരു ലെഗ് കട്ടർ ഗ്രിപ്പിംഗ് പറഞ്ഞു, അത് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആ ഒരു ഗ്രിപ്പിങ്ങിലൂടെ നമുക്ക് എന്ത് വേരിയേഷൻ ആണ്, എന്ത് ഡിഫറൻസ് ആണ് നമുക്കൊരു ബോളിംഗിൽ വരുത്താൻ പറ്റുക നമുക്ക് നോക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് രണ്ട് ടൈപ്പ് ലെഗ് കട്ടർ വേരിയേഷൻസ് ആണ് അല്ലെങ്കിൽ ലെഗ് കട്ടർ ഗ്രിപ്പിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കിയോ, ഈ രണ്ടുപേരിലും ക്ലോസ് ആക്കി വെച്ചിട്ടുള്ള നോർമൽ നമ്മൾ ബോള് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുക ആ ഒരു ലെഗ് കട്ടർ വേരിയേഷൻ. ഓക്കെ, ഇതിട്ടാ രണ്ടാമത്തെ വേരിയേഷൻ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഗ്രിപ്പിംഗ് ആണിത്. കുറച്ച് നമ്മുടെ രണ്ട് ഫിംഗേഴ്സും കുറച്ച് വൈഡ് ആക്കി വെക്കുക. ഇതിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോയില്. അപ്പൊ ഒരു ബോൾ എവിടെ ഹോൾഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഓപ്ഷൻ ആണ്. ഓക്കെ, നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഗ്രിപ്പിംഗ് ലെഗ് കട്ടർ ഗ്രിപ്പിംഗ്, കുറച്ച് വിരല്, രണ്ട് വിരലുകളും ഈ മൂന്ന് വിരലിൽ ബോൾ ഹോൾഡ് ചെയ്ത് നമുക്ക് ഒരുപാട് സ്പീഡ് കിട്ടില്ല, ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും രണ്ട് വിരലിൽ ഹോൾഡ് ചെയ്യുന്നതാണ് വളരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തു, കുറച്ച് ക്ലോസ് ആക്കി വെച്ചു. നമ്മൾ നോർമൽ എങ്ങനെയാണ് ബോൾ റിലീസ് ചെയ്യുക, ആ ഒരു റിലീസിന് സമയത്ത് നമ്മൾ ലെഗ് കട്ടർ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ടാ. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ക്ലോസ് ഗ്രിപ്പിങ്ങിലുള്ള ലെഗ് കട്ടർ വേരിയേഷൻ ആണ്. നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് വൈഡ് ഗ്രിപ്പിംഗ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ ഇതൊരു ബോളർക്ക് അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാന് ഉണ്ടാക്കുന്ന എഫക്ട് എന്താന്ന് നമുക്ക് കാണാം. ആ വേരിയേഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഗ്രിപ്പിംഗ് കേട്ടാ. അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് ഗ്രിപ്പിംഗ് പറഞ്ഞു, ഒന്ന് ക്ലോസ് ഗ്രിപ്പിംഗും ഒന്ന് വൈഡ് ഗ്രിപ്പിംഗും. ഇതെങ്ങനെ ബോൾ എറിയാം എന്ന് നമുക്ക് നോക്കാം. അതായത് നോർമലി നമ്മൾ ഇങ്ങനെ ഗ്രിപ്പിൽ വന്നിട്ട് ലെഗ് കട്ടർ എറിയാനായിട്ട് നമ്മൾ ഏത് ഫിംഗറിൽ പവർ ജനറേറ്റ് ചെയ്യണം. നമ്മൾ മിഡിൽ ഫിംഗറിലാണ് പവർ ജനറേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇവിടുന്ന് അവസാന റിലീസിന്റെ സമയത്ത് ബോൾ ഇങ്ങനെ മറച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ ലെഗ് കട്ടർ ആവുള്ളൂ. ഓക്കെ, കാണിച്ചു തരട്ടാ. ജസ്റ്റ് ഹോൾഡ് ചെയ്തു, നമ്മൾ റണ്ണപ്പ് ഒക്കെ കഴിച്ചു. അവസാനത്തെ റിലീസിന്റെ സമയത്ത് ഇവിടെ എത്തുമ്പോൾ ഇവിടുന്നാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഇവിടുന്ന് റിലീസ് ചെയ്യുമ്പോൾ ഈ ബോൾ ഇങ്ങനെ നേരെ വരുന്നതിന് പകരം നോക്കിക്കോട്ടെ, ഇവിടുന്ന് ഇങ്ങനെ മറച്ചു കൊടുക്കുക കൈ. ഓക്കെ, ഓക്കെ. ഇങ്ങനെ വൈഡ് ഗ്രിപ്പിംഗ് നമ്മൾ പറഞ്ഞു കുറച്ചുകൂടെ ഒരു പവർ ജനറേറ്റ് ചെയ്യണം മിഡിൽ ഫിംഗറിൽ. സെയിം ആക്ഷൻ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. റണ്ണപ്പിന് ശേഷം റിലീസിന് സമയത്ത് ഇവിടെ എത്തുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ടേൺ കൊടുക്കണം. അതായത് നമ്മൾ നോർമലി റിലീസ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ടേൺ മനസ്സിലായോ? നമ്മളിപ്പോ ഇങ്ങനെ ലെഗ് കട്ടർ എറിയുക അല്ലെങ്കിൽ ഒരു ചൊട്ടെറിയുക, ആ ഒരു ടേൺ ഇതിനും കൊടുക്കുക. അപ്പൊ ഒരു എക്സ്ട്രാ ജമ്പും എക്സ്ട്രാ ടേണും നമുക്ക് ലഭിക്കും. ഇപ്പൊ ഒരു 4-5 ഡെലിവറി ഞാൻ അറിഞ്ഞു. അത് നമ്മൾ ലെഗ് കട്ടറിന്റെ ഗ്രിപ്പിംഗിൽ ഉള്ള ഒരു വീഡിയോയിലുള്ള ഒരു ഡെലിവറീസ് ആയിരുന്നു. അല്ല, ഏത് ഡെലിവറിയാണ് ബുദ്ധിമുട്ടായി തോന്നി കളിക്കാനായിട്ട്? നമ്മള് ലാസ്റ്റ് കളിച്ച 2 ബോളിൽ അത് പെട്ടെന്ന് റൈസ് ആയി വരണ പോലെ തോന്നി, പെട്ടെന്ന് ചാടി വരണ പോലെ തോന്നി. ചാടി തോന്നുക അങ്ങനെ ശരിക്കും ഫീൽ ചെയ്തു അല്ലേ? ശരിക്കും ഫീൽ ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പോൾ നേരത്തെ രണ്ട് ടൈപ്പ് വേരിയേഷൻസ് ഞാൻ പറഞ്ഞു. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രിപ്പിംഗ്, ഒന്ന് ക്ലോസ് ഗ്രിപ്പിംഗും ഒന്ന് വൈഡ് ഗ്രിപ്പിംഗും. ഇപ്പോൾ നമ്മൾ 2-3 ഡെലിവറീസ് അല്ലെങ്കിൽ 3-5 ഡെലിവറീസ് എറിഞ്ഞ് കാണിച്ചു. ഈ ഒരു വൈഡ് ഗ്രിപ്പിംഗിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ബൗൺസും ഒരു എക്സ്ട്രാ ടേണും ഒരു അൺഈവൺ ജമ്പും ക്രിയേറ്റ് ചെയ്യും.
ഒരു ബോളർക്ക് ബോൾ എറിയുമ്പോൾ അല്ലെങ്കിൽ റിലീസ് ചെയ്യുമ്പോൾ ആ ഒരു ബാറ്റ്സ്മാൻ ആ ഒരു എന്താ പറയാ ഒരു എക്സ്ട്രാ ജമ്പ് ഫീൽ ചെയ്യും. അതാണ് ഈ ഒരു വൈഡ് ഗ്രിപ്പിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലെഗ് കട്ടറിന്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഡിഫറൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, വേരിയേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.